ദിലീപ്, മാത്രമല്ല ഈ രണ്ട് സർക്കാരുകളുടെ കാലത്ത് തുടങ്ങിവെച്ച ഒരുപാട് പദ്ധതികൾ, അത് ആരോഗ്യമേഖലയായാലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായാലും വിവരാവകാശ നിയമമായാലും അങ്ങനെ ഇന്ത്യയിലെ ജനതയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്പർശിച്ച ഒരുപാട് പദ്ധതികൾ, ആ, ഗ്രാമീണ ആരോഗ്യ പദ്ധതി അടക്കമുള്ള ഒരുപാട് നിർണായകമായ ചുവടുവെപ്പുകൾ, തീരുമാനങ്ങൾ, പദ്ധതികൾക്കൊക്കെ തുടക്കമിട്ട ഒരു പ്രധാനമന്ത്രി കൂടിയാണ് വിടവാങ്ങുന്നത്. വളരെ സുപ്രധാനമായ നിരവധി പദ്ധതികൾ, പ്രത്യേകിച്ച് ഈ തൊഴിലുറപ്പ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള നിരവധി പദ്ധതികൾ ഇന്നിപ്പോൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമൊക്കെ തൊഴിലുറപ്പ് പദ്ധതികൾ വളരെ സജീവമാണ്. ദേശീയ ആരോഗ്യ പദ്ധതി വളരെ സജീവമാണ്. അങ്ങനെയുള്ള നിരവധി സുപ്രധാന പദ്ധതികൾക്ക് നേതൃത്വം അല്ലെങ്കിൽ അതിന്റെ തുടക്കമിട്ടത് ഈ മൻമോഹൻ സിംഗ് സർക്കാരാണ്. ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് ഈ പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുന്നത്. പക്ഷേ ആ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഇത്തരം പദ്ധതികൾ അതോടൊപ്പം തന്നെ വളരെ നിരവധി സുപ്രധാനമായുള്ള ദേശീയ തലത്തിൽ ഈ ക്ഷേമ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിരുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ആ സർക്കാരിന് നേരിടേണ്ടി വന്ന വലിയ വെല്ലുവിളി സഖ്യകക്ഷികളുടെ സമ്മർദ്ദം കൂടിയായിരുന്നു. കാരണം കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ആ സർക്കാരിൽ ഉണ്ടായിരുന്നില്ല. സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയായിരുന്നു ഭരിക്കേണ്ടി വന്നിരുന്നത്. അങ്ങനെ ഭരിക്കേണ്ടി വന്നിരുന്നപ്പോഴാണ് ഈ ലാലു പ്രസാദ് യാദവ്, സുപ്രധാനമായ ഒരു ഘടകകക്ഷി RJDയുടെ നേതാവാണ്, അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാലു പ്രസാദ് യാദവിനെ ശിക്ഷിക്കുന്ന സമയമാകുന്നു. അങ്ങനെ വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അഴിമതി ആരോപണ വിധേയർക്കെതിരായി അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഓർഡിനൻസ് പാർലമെന്റിൽ കൊണ്ടുവരുന്നു. ആ ഓർഡിനൻസ് പിന്നീട് ഡൽഹി പ്രസ് ക്ലബിൽ വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ച് കീറിയെറിയുന്നു. അതൊരു വലിയ വിമർശനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ വലിയൊരു വിഷമം തോന്നിയതായിരുന്നു. തന്റെ ഒരു സർക്കാർ കൊണ്ടുവന്ന ബില്ല് പരസ്യമായി തന്റെ പാർട്ടിയുടെ തന്നെ ഒരു നേതാവ് അവിടെ കീറിക്കളയുന്നു എന്നതൊക്കെ ഉള്ളത്. പക്ഷെ അത്തരം ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും രണ്ട് സർക്കാരുകളെ, ഒന്നും രണ്ടും UPA സർക്കാരുകളെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വെല്ലുവിളികളെ അതിജീവിച്ചും മൻമോഹൻ സിംഗിന് കഴിഞ്ഞു എന്നതാണ് ചരിത്രം. ഗൂഗിൾ തീർച്ചയായും ദിലീപ്, ഏതായാലും ഓർത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ സംഭാവനകൾ, അതിനപ്പുറം പ്രധാനമന്ത്രി നേതൃത്വത്തിൽ ഏറെ വെല്ലുവിളിയേറുന്ന കാലഘട്ടം പോലും അതിനെയൊക്കെ അതിജീവിച്ചു പോകാൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കൂടി തൻ്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ കരുത്ത് തെളിയിക്കാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് വിടവാങ്ങുന്നത്. 92-ാം വയസ്സിലാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിടവാങ്ങുന്നത്. ഇപ്പോൾ ഡൽഹി എയിംസിന് മുന്നിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആദ്യം തന്നെ പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബെൽഗാവിയിലെ സമ്മേളന വേദിയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ അങ്ങോട്ടേക്ക് ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നേതാക്കളുടെ ആരെങ്കിലും പ്രതികരണം, മറ്റ് സംസ്കാരമടക്കമുള്ള തുടർ നടപടികൾ, മറ്റ് കാര്യങ്ങളിൽ പൊതുദർശനം അടക്കമുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? ഗോകുൽ, അത്തരം വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി എയിംസിലാണ്. ഡൽഹി എയിംസിൽ രാത്രി 8:06 കൂടിയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഇവിടെ എത്തിച്ചത്. 9:51 മരണം സംഭവിച്ചതായി അല്പസം മുമ്പാണ് എയിംസ് ഔദ്യോഗികമായി തന്നെ ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. വീട്ടിൽ കുഴിഞ്ഞു വീണതിനെ തുടർന്നായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായി മൻമോഹൻ സിംഗ് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിലാണ് അദ്ദേഹത്തിന്റെ പാർലമെന്ററി ഇന്നിംഗ്സ് വിടവാങ്ങി. അദ്ദേഹം ആ പാർലമെന്ററി ഇന്നിംഗ്സിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞ് പിന്നീട് പൂർണ്ണമായി വിശ്രമത്തിലായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മെഡിക്കൽ ബോർഡിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വീട്ടിൽ കുഴിഞ്ഞു വീണതിനെ തുടർന്ന് 8:06 തന്നെ എയിംസിൽ എത്തിച്ചു. അതിനുശേഷം 9:59 ഇപ്പോൾ മരണം സംഭവിച്ചതെന്നാണ് എയിംസ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന എയിംസിൽ കനത്ത സുരക്ഷ ഇതിന് തന്നെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നിരവധി പോലീസാണ് ഇപ്പോൾ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ കൂടുതൽ നേതാക്കൾ ഇവിടെ എത്തും. BJP ദേശീയ അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ അല്പസമയം തന്നെ ഇവിടെ എത്തി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നിരുന്നു. കൂടുതൽ നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ് നിരവധി മാധ്യമപ്രവർത്തകരടക്കം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഈ ഒരു എയിംസിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും രാജ്യത്തിന്റെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ശില്പി എന്നാണ് ഈ 92-കാരനായ മൻമോഹൻ സിംഗിനെ അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിന് തുറന്നിടുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. 1991
നരസിംഹറാവു മന്ത്രിസഭയിൽ അദ്ദേഹം ധനമന്ത്രിയായത്. ഒരു മുഴുനീള രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലാണ് മൻമോഹൻ സിംഗിനെ ലോകം അറിയപ്പെട്ടിരുന്നത്. 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഈ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നിരയെല്ലാം തന്നെ മൻമോഹൻ സിംഗിനെതിരെ രൂക്ഷ വിമർശനം പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിരുന്നു. മൗനി ബാബ എന്ന വിശേഷണമാണ് പ്രതിപക്ഷം എന്തായാലും മൻമോഹൻ സിംഗിന് നൽകിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വീക്ഷണം സാമ്പത്തിക രംഗത്തും സാമ്പത്തിക നിലയിൽ അദ്ദേഹത്തിന്റെ വീക്ഷണത്തെ സംബന്ധിച്ച് ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. എന്തായാലും കനത്ത നഷ്ടം എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗത്തെ നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ ഈ നിമിഷത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പഞ്ചാബ്, കാംബ്രിഡ്ജ്, അതോടൊപ്പം തന്നെ ഓക്സ്ഫോർഡ് അടക്കമുള്ള സർവകലാശാലയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം. അങ്ങനെ സമസ്ത മേഖലയിലും അദ്ദേഹം സമ്പത്തിൻ്റെ സമസ്ത മേഖലയിലും അദ്ദേഹം കഴിവ് തെളിയിച്ചത് തന്നെയാണ്. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ ധനമന്ത്രിയായി 1991 നരസിംഹറാവു മന്ത്രിസഭയിൽ എത്തിയത്. 33 വർഷം രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. അസമിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമാണ് അദ്ദേഹം രാജ്യസഭയിൽ എത്തിയത്. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ ഇപ്പോൾ കൂടുതൽ നേതാക്കളടക്കം ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസിൻ്റെ അടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളോടക്കം ഇവിടെ നിന്ന് മാറണം എന്ന നിർദ്ദേശമാണ് എന്തായാലും ഇപ്പോൾ പോലീസ് അടക്കം നൽകുന്നത്. എന്തായാലും കനത്ത നഷ്ടം എന്ന് തന്നെ ഈ ഒരു വിയോഗത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാമ്പത്തിക രംഗത്തുണ്ടായ അദ്ദേഹത്തിൻ്റെ യാത്ര സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1971 വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവ്, 72 സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിൽ മുഖ്യ ഉപദേഷ്ടാവ്, അതിനുശേഷം 76 മുതൽ 80 വരെ റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഗവർണർ, റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഡയറക്ടർ, പിന്നീട് RBI ഗവർണർ എന്ന നിലയിലടക്കം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷമാണ് 91 നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായി എത്തിയത്. എന്തായാലും 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല വിമർശനങ്ങളും പ്രതിപക്ഷം മൻമോഹൻ സിംഗിനെതിരെ ഉന്നയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ സാമ്പത്തിക വീക്ഷണം സംബന്ധിച്ച് ഒരു തരത്തിൽ പോലും ഇന്ത്യയിൽ ഒരാൾക്കും ഒരു തർക്കമുന്നയിക്കാൻ നിലയിലേക്ക് ഉണ്ടായിരുന്നില്ല. ആ നിലയിലായിരുന്നു ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം രാജ്യം അടയാളപ്പെടുത്തിയത്. പല പദ്ധതികളും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിനുശേഷമാണ് രാജ്യത്തെ പല വീക്ഷണത്തോടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ആളെന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം എന്തായാലും ഇന്ത്യയിൽ അടയാളപ്പെടുത്തുക. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് കൂടുതൽ പേർ ഇവിടേക്ക് എത്തുകയാണ്. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള ഒരു നടപടിയിലാണ് ഡൽഹി പോലീസ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരടക്കം ഇപ്പോൾ ഇവിടുന്ന് മാറ്റാനുള്ള നടപടികൾ എന്തായാലും ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഒരുപക്ഷേ അല്പസമയത്തിന് തന്നെ കൂടുതൽ നേതാക്കൾ ഇവിടെ എത്തും. നമുക്കറിയാം കോൺഗ്രസിൻ്റെ യോഗം ബലഗാവിയിൽ ചേരുന്നുണ്ട്. ആ യോഗമെല്ലാം തന്നെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് നേതാക്കൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ കൂടുതൽ നേതാക്കൾ എത്തും. അതിനുള്ള ക്രമീകരണങ്ങൾ എന്തായാലും ഇപ്പോൾ എയിംസ് പരിസരത്ത് ഒരുക്കുകയാണ്. ഗോകുൽ, തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് വരുന്നുണ്ട്. ഇന്ത്യ മോൺസ് ദ ലോസ് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് ലീഡേഴ്സ് ഡോക്ടർ മൻമോഹൻ സിംഗ് ജി എന്ന് അദ്ദേഹം പറയുന്നു. ഹി റോസ് ടു ബിക്കം എ റെസ്പെക്റ്റഡ് എക്കണോമിസ്റ്റ്. ഹി സെർവ്ഡ് ഇൻ വേരിയസ് ഗവൺമെൻറ് പൊസിഷൻ ആസ് വെൽ, ഇൻക്ലൂഡിംഗ് ആസ് ഫിനാൻസ് മിനിസ്റ്റർ, leaving a strong imprint on our economic policy over these years. പ്രധാനമന്ത്രിയുടെ ട്വീറ്റാണ് വരുന്നത്. അങ്ങനെ വിവിധ മേഖലയിലുള്ളവർ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ അനുസ്മരിക്കുകയാണ്. വൈകിട്ട് 8 മണിയോടുകൂടി, രാത്രി 8 മണിയോടുകൂടിയാണ് കുഴഞ്ഞു വീണതിനെ തുടർന്ന് അദ്ദേഹത്തെ എയിംസിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ, ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് എയിംസിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന്, അല്ലെങ്കിൽ രാജ്യസഭാംഗത്വം കാലാവധി പൂർത്തിയായ ശേഷം വിശ്രമ ജീവിതത്തിലേക്കൊക്കെ മാറിയത്. അതുവരെയും 30 വർഷക്കാലത്തിൽ 3 പതിറ്റാണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അംഗമായിരുന്നു. രാജസ്ഥാനിനെയും അസാമിനെയും ഒക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭാംഗമായി അദ്ദേഹം പാർലമെൻറ്റിൽ സാന്നിധ്യമായിരുന്നു. ഈ കാലയളവിൽ വിവിധ മേഖലകളിൽ, വകുപ്പുകളിൽ, അത് പ്ലാനിങ്ങിലാവട്ടെ, ഗതാഗത മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള ജ്ഞാനം, ധനതത്വശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹം തന്നെയാണ് രാജ്യത്തിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചത്, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിയത്. പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരെന്ന നിലയിൽ അദ്ദേഹത്തെ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിൽ പോലും സഖ്യകക്ഷി സർക്കാരിൻ്റെ അമരക്കാരനായി നിൽക്കുമ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിക്കാൻ മൻമോഹൻ സിംഗിനായി. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയും അടക്കം പലവട്ടം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും ഇച്ഛാശക്തിയോടുകൂടി തൻ്റെ നയത്തിൽ, നിലപാടിനപ്പുറത്തേക്ക് തൻ്റെ സാമ്പത്തിക നയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച വ്യക്തിത്വം, ആ നിലപാടും നയവും തന്നെയാണ് ഇന്ത്യയുടെ തലവര മാറ്റിയതെന്ന് പറയാം.